ഫിലിപ്പൈൻസിൽ ഒരു വമ്പൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത ഈ ഭൂചലനത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിൽ 22 പേരാണ് മരിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നത് റോയിട്ടേഴ്സ്. ഈ വർഷം രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണിത് എന്നത് ഇപ്പോൾ ഫിലിപ്പൈൻസിൽ മാധ്യമങ്ങൾ പറയുകയാണ്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് തൊട്ടു മുമ്പ് ഫിലിപ്പൈൻസിൻ്റെ മധ്യ വിസയാസ് മേഖലയിലെ സെബു സിറ്റിയുടെ തീരത്തുണ്ടായ ഭൂകമ്പത്തിൽ വ്യാപകമായി വൈദ്യുതി തടസ്സപ്പെടുകയും പ്രദേശത്തുടനീളം നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. DZMM റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നിലവിലെ മരണസംഖ്യ 22 ഉയർന്നതായി സാൻ റെമീജിയോ വൈസ് മേയർ ആൽഫി റെയ്റ്റ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ റോയിട്ടേഴ്സുമായി ഫോണിൽ സംസാരിച്ച മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെബു പ്രവിശ്യയിൽ കുറഞ്ഞത് 21 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഈ സംഖ്യയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നും പറഞ്ഞു. മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഏകദേശം 1 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന സെബു നഗരത്തിൽ ഭൂകമ്പം ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഫിലിപ്പൈൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കനോളജി ആൻഡ് സീസ്മോളജി കടൽ തീര ഭൂകമ്പത്തിൽ നിന്നുള്ള തുടർചലനങ്ങൾക്കും ഘടനാപരമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ശക്തമായ പ്രവാഹങ്ങളും സമുദ്ര ജലനിരപ്പിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നും റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും 3 മണിക്കൂറിന് ശേഷം ഈ നിർദ്ദേശം പിൻവലിച്ചു എന്നും അറിയാനും സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.